ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 71-ാമത്തെ ശ്ലോകം നോക്കാം. തത്പിതാ കൃപണഃ പ്രോച്ചൈർധനഹീനോരുരോധഃ വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. നമ്മൾ കഴിഞ്ഞ 4 ശ്ലോകങ്ങളിലായിട്ട് ധുന്ധുകാരിയുടെ സ്വഭാവത്തെയാണ് വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തന്നെങ്കിൽ ആ ധുന്ധുകാരിയുടെ സ്വഭാവം നിമിത്തം അച്ഛനായ ആത്മദേവനുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മളെപ്പോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകൻ സന്തതികളില്ലാതെ ഇരുന്ന കാലത്ത് എത്രയോ ആഗ്രഹിച്ച് നമ്മൾ കണ്ടിരുന്നു സന്യാസി ശ്രേഷ്ഠൻ്റെ അനുഗ്രഹത്തോടുകൂടി തനിക്ക് ലഭിച്ചു എന്ന് താൻ വിശ്വസിക്കുന്ന ഈ പുത്രൻ ഇങ്ങനെ വഴിപിഴച്ചു പോകുമ്പോൾ ആ ആത്മദേവൻ എന്ന അച്ഛനുണ്ടാവുന്ന ഒരു സങ്കടം അത് ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ് വ്യാസഭഗവാൻ. പറയാണ്, തത്പിതാ കൃപണഃ പ്രോച്ചൈർധനഹീനോരുരോധഃ. തത്പിതാ, ആ ധുന്ധുകാരിയുടെ പിതാവ്, കൃപണഃ, വളരെ ദുഃഖിതനായിട്ട്, പ്രോച്ചൈർധനഹീനോരുരോധഃ. പ്രോച്ചൈർ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഒരു രോധ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു. കാരണം ഇപ്പോൾ ധനഹീനോ, പ്രോച്ചൈർധനഹീനോ, പ്രോച്ചൈഹി ധനഹീനഃ. പ്രോച്ചൈ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു. ധനഹീനനായിരിക്കുന്നു ഇപ്പോൾ. അതായത് ഭക്ഷണം വെച്ച് കഴിക്കുവാനുള്ള പാത്രം പോലും വീട്ടിലില്ലാത്ത അവസ്ഥയിലേക്ക് ആ ആത്മദേവനും ധുന്ധുലിയും മാറിയപ്പോൾ ആ മാതാപിതാക്കന്മാർക്ക് ഇനിയും ജീവിക്കുവാൻ ഒരു മാർഗവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഉറക്കെ വാവിട്ട് കരഞ്ഞു. വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായകഃ. ഇപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടാകുന്നത് രണ്ടുപേർക്കും. എന്താ? വന്ധ്യത്വം തു സമീചീനം. വന്ധ്യത്വം, പുത്രനില്ലാതിരിക്കുന്നതാണ്. തനിക്ക് പുത്രനില്ലാതിരുന്ന ഒരു കാലത്ത് പുത്രനില്ല എന്നുള്ള ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് സങ്കടങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ധ്യത്വം തു സമീചീനം, പുത്രന്മാരില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഏതിനേക്കാൾ? കുപുത്രോ ദുഃഖദായകഃ. കുപുത്രോ, നല്ലതല്ലാത്ത പുത്രന്മാരുണ്ടായാൽ അവർ ദുഃഖദായകഃ, അവർ ദുഃഖത്തെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും, ദുഃഖത്തെ പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും. പുത്രന്മാരില്ല എന്നുള്ള സങ്കടം നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദുഃഖമാണ്. അത് ബാഹ്യമായിട്ട് വന്ന ഒരു ദുഃഖമല്ല. അത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാമായിരുന്നു, ഈശ്വര നിശ്ചയമാണെന്ന് കരുതി അടങ്ങാമായിരുന്നു, മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നു, ശാന്തമായി സമാധാനമായി കഴിയാമായിരുന്നു. കാരണം ബാഹ്യമായി ദുഃഖങ്ങൾ നൽകാൻ അവിടെ മറ്റൊരു ഘടകവും അന്ന് ആ ആത്മദേവൻ്റെയും ധുന്ധുലിയുടെയും ജീവിതത്തിലുണ്ടായിരുന്നില്ല. വളരെയേറെ വൈകി വന്ന ഒരു വിവേകം പോലെ ഇന്ന് തിരിച്ചറിയുന്നു, വന്ധ്യത്വമാണ് സുഖകരമായിട്ടുള്ളത്. ഇതുപോലെയുള്ള ദുഷ്ടരായിട്ടുള്ള ദുർസ്വഭാവികളായിട്ടുള്ള പുത്രന്മാരുണ്ടായാൽ അത് ദുഃഖത്തെ പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ കർമ്മം കൊണ്ടല്ലെങ്കിൽ പോലും ഇവരിലേക്ക് ധുന്ധുലി ദേവിയുടെ ഒരല്പം കർമ്മദോഷമുണ്ട് എന്നിരുന്നാൽ പോലും ആത്മദേവൻ എന്ന ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം സജ്ജനമായിരുന്നു, സൽസ്വഭാവിയായിരുന്നു. തന്നെയല്ല, ഈശ്വരനിൽ അത്രയേറെ മനസ്സിനെ അർപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെയോ പത്നിയോട് ചേർന്നുകൊണ്ട് ആ പുത്രൻ എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വന്നപ്പോൾ, സന്തതി സൗഭാഗ്യം വേണമെന്നൊരു അതിരിട്ട മോഹം വഴിവിട്ടപ്പോൾ അത് എങ്ങനെയും ഒരു പുത്രനെ സമ്പാദിക്കുന്നതിലേക്ക്, നേടിയെടുക്കുന്നതിലേക്ക് അതുകൊണ്ട് എത്തിച്ചു. അതിന്ന് ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു. തനിക്കിങ്ങനെ ഒരു പുത്രൻ ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഇങ്ങനെ ദുർസ്വഭാവിയായ ഒരു പുത്രൻ ഉണ്ടായപ്പോൾ തനിക്ക് എന്നും ഓരോ നിമിഷവും ഈ പുത്രൻ തങ്ങൾക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ജനിച്ച നാളു മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അല്പം ഒന്ന് ഓടി നടക്കുന്ന പ്രായമാകുന്നത് മുതൽ തൻ്റെ ചുറ്റിനുമുള്ള ഓരോ പ്രാണിയെയും ദ്രോഹിച്ചു തുടങ്ങിയ ആ
ധുന്ധുകാരി ഇന്നതാ ഇവിടെ തങ്ങളെ തന്നെ ദ്രോഹിക്കുന്ന തലത്തിലേക്ക്, എന്തിനു വേണ്ടി? തൻ്റെ ദുർസ്വഭാവങ്ങളുടെ വളർച്ചയ്ക്കായിക്കൊണ്ട്, അഭിവൃദ്ധിക്കായിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തലത്തിലേക്ക് ദുർഭാവത്തിൽ അത് വളർന്നപ്പോൾ ഇന്ന് ആത്മദേവനും ധുന്ധുലി ദേവിയും തിരിച്ചറിയുന്നു, തങ്ങൾക്കിങ്ങനെ ഒരു പുത്രൻ ഇല്ലാതെ ഇരിക്കുകയായിരുന്നു നല്ലത് എന്ന് ഓർത്ത് അവർ വാവിട്ട് ഉറക്കെ കരഞ്ഞു. എന്തിനാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു ദുർബുദ്ധി എന്ന് തോന്നിയത് എന്നൊക്കെ സ്വയം പഴിച്ചുകൊണ്ട് ഈ ഒരു ജീവിതത്തിൻ്റെ അവസാന വേളയിലെങ്കിലും തങ്ങളിലേക്ക് ഉദിച്ച ഈ വിവേകം, ഈ ജീവിതയാത്രയിൽ തങ്ങൾക്ക് പറ്റിയൊരു അബദ്ധത്തെ ഓർത്ത് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. നമുക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ ആ അച്ഛനമ്മമാരുടെ ദുഃഖം നമ്മുടെ മനസ്സിനെ വല്ലാതെ നീറ്റുന്നുണ്ട്. കാരണം നമ്മളുമൊക്കെ അച്ഛനമ്മമാരാണ്. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായാൽ എന്നൊരു ചിന്ത അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒന്ന് നൊമ്പരപ്പെടുത്തും. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സൽസ്വഭാവികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഈശ്വരൻ നമുക്ക് തന്നുവെങ്കിൽ അത് ഭഗവാന്റെ അതിയായ കാരുണ്യമാണ്, ഒന്നും നമ്മുടെ കഴിവല്ല. ഇനിയും ലോകത്തിലെല്ലാ കുഞ്ഞുങ്ങൾക്കും സൽബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭഗവാനോട് എന്നും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതേയുള്ള ഒരു പ്രാർത്ഥന ഇനിയും വരുന്നൊരു തലമുറ ലോകത്തിന് ഉപദ്രവകാരികളായ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞതാവരുതേ, ലോകോപകാരികളായിട്ടുള്ള സൽബുദ്ധിയുള്ള സന്താനങ്ങളെ ഭഗവാനെ അവിടുന്ന് നൽകണമേ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും സൽബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ. ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്പിതാ കൃപണ പ്രോച്ചൈർധനഹീനോരുരോധഃ വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃപണ, ദുഃഖദായക, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് പ്രോച്ചൈർധനഹീനോ. അവിടെ ആ ധ എന്നുള്ളത് കൂട്ടക്ഷരമായതുകൊണ്ട് കട്ടിയിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 72ാമത്തെ ശ്ലോകമാണ്. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത് പ്രാണാം സ്ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ വാവിട്ട് കരയുന്നത് നമ്മൾ കണ്ടു. ആ ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞത് എന്തു പറഞ്ഞാണ് കരഞ്ഞത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ക്വ തിഷ്ഠാമി. ക്വ എന്ന് പറഞ്ഞാൽ എവിടെ, തിഷ്ഠാമി ഇരിക്കുക, ഞാൻ എവിടെയാണ് ഇനി ഇരിക്കേണ്ടത്. ക്വ ഗച്ഛാമി, ഞാൻ എവിടേക്കാണ് ഇനിയും പോകേണ്ടത്. കോമേ ദുഃഖം വ്യപോഹയേത്. കഹ, കോ എന്നാൽ കഹ, ആര്. മേ ദുഃഖം, എൻ്റെ ഈ ദുഃഖത്തെ ആരാണ് വ്യപോഹയേത് തീർത്തു തരിക. ഇവിടെ ആരാണ് എൻ്റെ ഈ ദുഃഖത്തെ ഇനി തീർത്തു തരിക എന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ആ തൻ്റെ ഉള്ളിലുള്ള ആ കുറ്റബോധമാണ് ആത്മദേവൻ എന്ന ബ്രാഹ്മണനിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാം. കാരണം ഞാൻ എവിടെ പോയി ഇനി ഇരിക്കും, ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ആരാണ് എൻ്റെ ദുഃഖം തീർത്തു തരിക എന്ന് ചോദിച്ചാൽ ഇതേപോലെ കാലങ്ങൾക്ക് മുൻപ് താൻ ഒരു ഇടം ഇരിക്കാൻ തേടിപ്പോയിരുന്നു. ആ ഇടത്തു പോയി തൻ്റെ ദുഃഖം തീർത്തു തരാൻ ഒരു സന്യാസി ശ്രേഷ്ഠനെ കണ്ടു. ആ സന്യാസി ശ്രേഷ്ഠൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്കിങ്ങനെ ഒരു ഉണ്ണി പിറന്നത്. അപ്പോൾ തൻ്റെ ആഗ്രഹം അന്ന് സഫലീകരിച്ചു. താൻ എന്തിനു വേണ്ടിയാണോ പോയത് അത് സഫലീകരിച്ചു. പക്ഷേ അത് താൻ ജീവിതത്തിലേക്ക് അന്നും ആ സന്യാസി വര്യൻ തന്നോട് ഉപദേശിച്ചതാണ്, ഇത് ഈശ്വരേച്ഛയാണ്, അങ്ങേക്ക് അടുത്ത 7 ജന്മത്തിലേക്ക് സന്തതി സൗഭാഗ്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ താൻ തൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് ഈ ദുഃഖത്തെ, ഈ കുപുത്രനെ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇനി ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്,
ഇനി ആരാണ് എൻ്റെ ദുഃഖം തീർത്തു തരിക? അന്ന് തൻ്റെ ദുഃഖത്തെ തീർത്തു തരാൻ, തൻ്റെ സ്വാർത്ഥ താല്പര്യത്തെ സാധിച്ചു തരാൻ, തൻ്റെ അതിമോഹത്തെ യാഥാർത്ഥ്യമാക്കുവാൻ ഒരു സന്യാസി വര്യനുണ്ടായിരുന്നു. അതിലൂടെ താൻ ക്ഷണിച്ചു വരുത്തിയ ഈ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ ഇനി ആരാണ് വരിക എന്ന് ഉറക്ക വാവിട്ട് കരയുവാൻ തുടങ്ങി. പ്രാണാംസ്ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. പ്രാണാംസ്ത്യജാമി, പ്രാണനെ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈ ദുഃഖത്തെ. പ്രാണാംസ്ത്യജാമി ദുഃഖേന, ദുഃഖം കൊണ്ട് ഞാൻ അങ്ങ് പറയുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ ജീവൻ ഉപേക്ഷിച്ചാലോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹാ കഷ്ടം മമ സംസ്ഥിതം. സംസ്ഥിതം എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നത്. മമ, എന്നിലേക്ക് വന്നു ചേർന്നത്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു വലിയ സങ്കടമാണ്. എനിക്ക് ഈ ദുഃഖത്തെ താങ്ങാനാവുന്നില്ലല്ലോ ഭഗവാനെ. ഞാൻ ഇപ്പോൾ തന്നെ ഈ പ്രാണനെ അങ്ങോട്ട് വെടിഞ്ഞാലോ എന്ന് ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ഉറക്കെ ഉറക്കെ കരയുവാൻ തുടങ്ങി. തൻ്റെ ഉള്ളിലെ കുറ്റബോധം തന്നെ നീട്ടി 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 അത് ഉറക്ക നിലവിളിക്കുന്ന ഒരു തലത്തിലേക്ക്, തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെ മുഴുവൻ എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ട് അത് ഉറക്കെ വിലപിക്കുന്ന ഒരു തലത്തിലേക്ക്, അതായത് തൻ്റെ ഉള്ളിലെ കുറ്റബോധം തന്നെ അങ്ങനെ ഞെക്കിപ്പിഴിയുവാൻ തുടങ്ങി. തൻ്റെ ദുഃഖത്തെ മുഴുവൻ താൻ ക്ഷണിച്ചു വരുത്തിയതാണെന്നുള്ള ഒരു തോന്നൽ ആ ബ്രാഹ്മണനെ വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു. നിസ്സഹായനായ ഒരു പിതാവിൻ്റെ അതിദൈന്യതയേറിയ ഒരു അവസ്ഥയാണ് ഈ ഒരു ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. ഏതൊരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു പക്ഷേ വലിയൊരു ആഗ്രഹമാണ് അച്ഛനാകുക, അമ്മയാകുക എന്നുള്ളത്. ഇവിടെ അതിനുവേണ്ടി ഒരു പക്ഷേ എല്ലാ സ്ത്രീ പുരുഷന്മാരും സ്വാഭാവികമായും ആ ഒരു പ്രക്രിയയിലേക്ക് ആ മാതൃത്വവും പിതൃത്വവും വരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് മറ്റു മാർഗങ്ങൾ, വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ സഹായത്തോടുകൂടി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചുവെന്നും വരാം. പക്ഷേ ഇവിടെ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയാണ്. ഭഗവാന്റെ നിശ്ചയത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും തൻ്റെ ആ മോഹത്തെ മുറുക്ക പിടിച്ചതുകൊണ്ട് ഇന്ന് വല്ലാതെ ദുഃഖിക്കേണ്ടി വന്നിരിക്കുന്നു ആ അച്ഛന്. ആ ബ്രാഹ്മണൻ്റെ സങ്കടം നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറുന്നതാണ്. ഈ വിലാപങ്ങൾ ഓരോന്നും ഓരോ കൂരമ്പുകളായി നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു പോകാറുണ്ട്, ഈ ബ്രാഹ്മണൻ എന്ത് തെറ്റാണ് ചെയ്തത്? കാരണം നമ്മളെപ്പോലെയുള്ള ലൗകികമായ തലത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് മാതൃത്വവും പിതൃത്വവും വരിക്കുക എന്നുള്ളത് സ്വാർത്ഥതയേക്കാളേറെ നമ്മളൊക്കെ നമ്മുടെ ജന്മാവകാശമായി കരുതുന്നവരാണ്. ഭഗവാന്റെ നിശ്ചയം മറിച്ചായിരുന്നിട്ടും അതിനെയും ആ ഭഗവാന്റെ നിശ്ചയത്തെയും തിരുത്തി കുറിക്കുവാൻ പുറപ്പെട്ടതാകാം ഒരു പക്ഷേ ഈ ബ്രാഹ്മണൻ്റെ ദുഃഖത്തിന് ഇടയായി തീർന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത് പ്രാണാംസ്ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ക്വ ഗച്ഛാമി, ക്വ തിഷ്ഠാമി. അവിടെ ആ ക്വ എന്നുള്ളത് ശരിയായി ഉച്ചരിക്കുവാൻ ശ്രമിക്കുക. ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ തെറ്റുകൾ വരുന്നുണ്ടാവാം. ഒരല്പം പനിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ശരിയായിട്ടത് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും സജ്ജനങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ അത് ശരിയായി വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ പ്രാണാംസ്ത്യജാമി, പ്രാണാൻ ത്യജാമിയാണ്. സ ജോയിൻ ചെയ്യാൻ വന്നതാണ്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്.
ഇനി അടുത്തത് 73-ാമത്തെ ശ്ലോകമാണ്. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ഈ ഒരു 73-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അതിയായ കാരുണ്യം നമ്മൾ ശരിക്ക് കാണുന്ന ഒരു ശ്ലോകം കൂടിയാണ്. സജ്ജനങ്ങൾക്ക് ദുഃഖം അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ ആ ദുഃഖത്തെ ലഘൂകരിക്കാൻ മറ്റൊരു സജ്ജനത്തെ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ മറ്റൊരു രൂപത്തിൽ തൻ്റെ ഭക്തരിലേക്ക്, സജ്ജനങ്ങളിലേക്ക് എത്തിച്ചേരും. അത് ഗുരുവായിട്ടാവാം, ഗ്രന്ഥമായിട്ടാകാം, ഉപദേശമായിട്ടാവാം, വ്യക്തികളായിട്ടാവാം, ഇല്ലെങ്കിൽ സ്വയമേവ ഉള്ളിൽ ഉദിച്ച് ഉയരുന്ന ഒരു ബോധമായിട്ടാവാം. ഇവിടെയും ഇത്രയേറെ ആ ആത്മദേവൻ, ഭഗവാന്റെ ഇത്രയേറെ ദാസനായിട്ടുള്ള, ഭഗവത് സേവകനായിട്ടുള്ള ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ഇത്രയേറെ ദുഃഖിച്ചപ്പോൾ ഭഗവാൻ അതിനും ഒരു മറുപുറം കണ്ടു. തദാനീം തു സമാഗത്യ, തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാന സംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. തദാനീം, അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആ ആത്മദേവൻ ഉറക്ക വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തു ആകട്ടെ, അതായത് അപ്പോൾ ഈ സമയത്താകട്ടെ, സമാഗത്യ എത്തിച്ചേർന്നു. ആര്? ഗോകർണോ, ആ ഗോകർണൻ എത്തിച്ചേർന്നു. തൻ്റെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള ഗോകർണൻ. ആ ഗോകർണൻ്റെ സവിശേഷത എന്താ? ജ്ഞാനസംയുത, ജ്ഞാനിയായിട്ടുള്ള ഗോകർണനാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. കാരണം ദുഃഖത്തെ, അവിവേകം കൊണ്ടുണ്ടായ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വിവേകം കൊണ്ട് മാത്രമേ കഴിയൂ, ജ്ഞാനം കൊണ്ട് മാത്രമേ കഴിയൂ. ഇവിടെ ജ്ഞാനിയായിട്ടുള്ള ഗോകർണൻ്റെ രൂപത്തിൽ ഭഗവാൻ ആ ബ്രാഹ്മണൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ്. കാരുണ്യം എന്നല്ലാതെ എന്താ പറയുക ഭഗവാന്റെ? ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ബോധയാമാസ, ബോധിപ്പിച്ചു. എന്ത്? ജനകം, തൻ്റെ പിതാവിനെ, ആത്മദേവനെ. എന്ത്? വൈരാഗ്യം പരിദർശയൻ. ഈ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള വിഷയങ്ങളോടൊക്കെ വൈരാഗ്യം, ഒരു വൈരാഗ്യബുദ്ധി എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നുള്ള, അല്ലെങ്കിൽ ഒരു പക വീട്ടുന്ന എന്നുള്ള അർത്ഥത്തിലല്ല, അതിനോടൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ. പരിദർശയൻ, അങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ദർശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനത്തെ ആ ഗോകർണൻ തൻ്റെ പിതാവിന് ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ ഒരു തരത്തിൽ നോക്കിയാൽ ഈ ധുന്ധുകാരിയാകട്ടെ, ഗോകർണനാവട്ടെ, ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ്റെ പുത്രന്മാരല്ല. നമ്മൾ ബയോളജിക്കൽ ഫാദർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊരു സ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു പുത്രനെ കൊണ്ട്, ഇവിടെ പുത്രൻ എന്ന് പറയുവാൻ കാരണം, ധുന്ധുകാരി എങ്ങനെയാണ് പുത്രനാകുന്നത്? മാതാവും പിതാവും താനോ ധുന്ധുലി ദേവിയോ അല്ല എന്നിരിക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ പലപ്പോഴും ആചാര്യന്മാർ പറയാറുണ്ട്, 5 കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പിതൃസ്ഥാനം കൊടുക്കാറുണ്ട്. അന്നദാത, ഭയത്രാത, യശ്ച കന്യാം പ്രയച്ഛതി, വിദ്യാപ്രദോ മന്ത്രദശ്ച പഞ്ചൈതേ പിതരസ്മൃതാഹ. അതായത് അന്നദാത, ഭക്ഷണം കൊടുത്ത് വളർത്തുന്നവർ. ഭയത്രാത, ഭയത്തിൽ നിന്നും രക്ഷിക്കുന്ന. നമ്മൾ കുട്ടികളൊക്കെ ചെറുതിലെ പേടിയുള്ളവരൊക്കെ ആകുമ്പോൾ അവരെ ഭയത്തിൽ നിന്നും, അവർക്ക് ആ പേടിയൊക്കെ മാറ്റി വളർത്തുന്നത് ആരാണോ അവർക്ക് അച്ഛൻ്റെ സ്ഥാനമാണ്. അതേപോലെ യശ്ച കന്യാം പ്രയച്ഛതി, കന്യാദാനം ചെയ്യുന്നവർ, നമ്മൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാര്യാപിതാവ്. അതേപോലെ വിദ്യാപ്രദ, വിദ്യയെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അച്ഛനാണ് വിദ്യയെ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. അമ്മയ്ക്കും തുല്യസ്ഥാനം തന്നെയാണുള്ളത്. ഇവിടെ പിതാവ് എന്നത് എങ്ങനെയാണ് ഇവിടെ ധുന്ധുകാരിക്ക് അല്ലെങ്കിൽ ഗോകർണന് പിതാവാകുന്നത്
എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, അന്നം കൊടുത്ത് വളർത്തിയത് രണ്ടുപേരെയും ആത്മദേവൻ എന്ന ബ്രാഹ്മണനാണ്. അതേപോലെ ഭയത്തിൽ നിന്നും രക്ഷിച്ചത്, ആ ചെറുതിലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഭയമൊക്കെ മാറ്റി വളർത്തിയെടുത്തത് ആത്മദേവനാണ്. പിന്നെ കന്യാദാനം ചെയ്തിട്ടില്ല, പക്ഷേ വിദ്യ ഉപദേശിച്ചു കൊടുത്തത്, ഉപനയന സമയത്ത് ആദ്യമായിട്ട് ഗായത്രി ഉപദേശിച്ചു കൊടുക്കുന്നത് അച്ഛനാണ് മക്കൾക്ക്. അപ്പോൾ ഇവിടെ രണ്ടുപേർക്കും വിദ്യ ഉപദേശം ചെയ്തിരിക്കുന്നത് ആത്മദേവനാണ്. പിന്നെയോ മന്ത്രദശ്ച, മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നവർ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഗായത്രി മന്ത്രം ആദ്യം ഉപദേശിച്ചു കൊടുക്കുന്നത് അച്ഛനാണ്. അപ്പോൾ ഇങ്ങനെ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നവർ, ഇവർ 5 പേർക്കും പിതാവിൻ്റെ സ്ഥാനമാണ്. ഇങ്ങനെ നോക്കിയാൽ ധുന്ധുകാരിയുടെയും ഗോകർണൻ്റെയും പിതാവ് തന്നെയാണ് ആത്മദേവൻ, ജന്മം കൊണ്ടല്ലെങ്കിൽ പോലും. ഒരു പുത്രനിൽ നിന്നും ദുഃഖം, വേണ്ടതിലേറെ ദുഃഖം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ആത്മദേവൻ എന്ന പിതാവിന് തണലേകാൻ, സാന്ത്വനമേകാൻ, ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ മറ്റൊരു പുത്രനെ ഈശ്വരൻ കരുതി വച്ചിരുന്നു. ഭഗവത് ദാസനായിട്ടുള്ള, ഭഗവത് സേവകനായിട്ടുള്ള ആ ആത്മദേവൻ എന്ന ബ്രാഹ്മണന്. സാധാരണ നമ്മൾ ഭാഗവതത്തിൽ തന്നെ കാണാം, പുത്രൻ എന്ന് പറഞ്ഞാൽ പും എന്ന നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പുത്രൻ. ഈ നരകം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ആഴക്കടലാണ്. അത് ഈ ജീവിതത്തിൽ തന്നെയാണ്, അത് ഈ സംസാര സാഗരത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എല്ലാവരും കടന്നു പോകുന്നുണ്ട്. ആ നരകത്തിൽ നിന്നും, ആ ദുഃഖസാഗരത്തിൽ നിന്നും രക്ഷിക്കുന്നവനാരോ അവനാണ് പുത്രൻ. ഇവിടെ പുത്രൻ എന്ന നാമത്തിന് അതുകൊണ്ട് തന്നെ ശരിയായ യോഗ്യനായി ഭവിക്കുന്നത് ഗോകർണനാണ്. ആദ്യത്തെ പുത്രൻ ധുന്ധുകാരി ആയിരുന്നിട്ട് കൂടി ആ നാമധേയത്തിനു പോലും യോഗ്യനല്ലാത്ത വിധത്തിൽ തൻ്റെ കർമ്മങ്ങളെ പിഴപ്പിച്ചവനാണ് ധുന്ധുകാരി. എന്നാൽ ഗോവിൽ നിന്നും ജന്മം കൊണ്ട ഗോകർണൻ എല്ലാ അർത്ഥത്തിലും സൽസന്തതിയായി വളരുകയും പുത്രൻ എന്ന നാമധേയത്തിനുള്ള പരിപൂർണ യോഗ്യനായി മാറുകയും ചെയ്തു. അതീവ ദുഃഖത്താൽ ഉഴന്നിരുന്ന സമയത്ത് ഉറക്ക നിലവിളിച്ച് കരയുന്ന വിധത്തിലേക്ക് ദുഃഖം തളർത്തിയപ്പോൾ ആ ആത്മദേവനെ, ആ ധുന്ധുലി ദേവിയെ ഈ ദുഃഖസാഗരത്തിൽ നിന്നും, ഈ നരകത്തിൽ നിന്നും കരകയറ്റിയവനാണ് ജ്ഞാനിയായ ഗോകർണൻ. കാരണം ഈ ദുഃഖത്തിന് കാരണം എങ്ങനെയാ ദുഃഖം നിവർത്തിച്ചത്, ദുഃഖത്തിൽ നിന്നും കരകയറ്റിയതെന്നും കൂടി പറഞ്ഞു. എന്താ? വൈരാഗ്യം പരിദർശയൻ. ഏതൊക്കെ വിഷയങ്ങളാണ്, ലോക വിഷയങ്ങളാണോ തങ്ങളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്, അഥവാ ഏതൊക്കെ ലോക വിഷയങ്ങളോടാണോ മനസ്സൊട്ടി നിൽക്കുന്നത്, അതൊക്കെ തന്നെയാണ് തങ്ങളുടെ ദുഃഖത്തിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആ വിഷയങ്ങളോടുള്ള ഒട്ടലൊന്ന് വിട്ടാൽ മതി, ദുഃഖം താനേ പൊയ്ക്കോളും. നമ്മൾ ചെറിയ കുട്ടികൾ, തീരെ ചെറിയ കുഞ്ഞിലെ കണ്ടിട്ടുണ്ടാവും, തലമുടിയിൽ അങ്ങനെ മുറുക്ക പിടിച്ച് വലിച്ചുകൊണ്ട് ഉറക്കെ കിടന്ന് കരയും. അമ്മ ഓടി വന്നിട്ട് ആ തലമുടിയിൽ നിന്നും കുഞ്ഞിൻ്റെ കൈ വേർപെടുത്തി കഴിയുമ്പോൾ കുഞ്ഞ് കരച്ചിലടക്കി സുഖമായി കിടന്നുറങ്ങും. ഇതുപോലെയാണ് നമ്മളുമൊക്കെ. ഈ ലോക വിഷയങ്ങളെ വല്ലാതെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടാകട്ടെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. എപ്പോൾ ആ വിഷയങ്ങളിൽ നിന്നും പിടിവിടുന്നുവോ അപ്പോൾ ദുഃഖവും താനേ ഇല്ലാതെയാകും, സുഖം താനേ വന്നു ചേരും. അതിന് ഈ തിരിച്ചറിവാണ് വേണ്ടത്. ലോക വിഷയങ്ങളൊക്കെ തന്നെയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ്. ധുന്ധുകാരി എന്നൊരു പുത്രനുണ്ടായപ്പോൾ ഒരു പക്ഷേ ആ ആത്മദേവൻ ഒരിക്കലും വിചാരിച്ചിരുന്നിരിക്കില്ല ഇത് തനിക്ക് നാളെ ദുഃഖത്തിനുള്ള വിത്താണ് എന്ന്. ഇത് വളർന്ന് മരമാകുമ്പോൾ താൻ വല്ലാതെ ദുഃഖിക്കേണ്ടി വരുമെന്നൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ ഏതൊരു ലോകവിഷയമാണെങ്കിലും, അത് ബന്ധങ്ങളായാലും വസ്തുവായാലും
മറ്റ് സാഹചര്യങ്ങളായാലും സമ്പത്തായാലും പദവിയായാലും ഒക്കെ ഒരു കാലം നമ്മളെ ദുഃഖിപ്പിക്കും. ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ആ പദവിയിൽ നിന്നും വിരമിക്കുന്ന ദിവസം ആ സ്ഥാനത്തോട് തോന്നുന്ന വല്ലാത്തൊരു ഭ്രമമുണ്ട്, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന നീറ്റൽ അത് വളരെ വലുതായിരിക്കും. അപ്പോൾ ഏതൊരു ലോക വിഷയമാണെങ്കിലും, അത് സമ്പത്തായാലും ധനമായാലും വ്യക്തികളായാലും ബന്ധങ്ങളായാലും സാഹചര്യങ്ങളായാലും ചുറ്റുപാടുകളായാലും ഒക്കെ നമ്മൾ അതിനോട് മനസ്സിനെ ചേർത്ത് വെക്കുന്നത് കൊണ്ടാണ് ഇവയൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോടൊക്കെ ഒരു വിരക്തി തോന്നിത്തുടങ്ങിയാൽ പിന്നെ ഇവയിൽ നിന്നൊക്കെയുള്ള ദുഃഖങ്ങൾക്ക് ആക്കം കുറഞ്ഞു കിട്ടും. ഇവിടെ അതാണ് ഈ ഗോകർണൻ എന്ന സുപുത്രൻ ആത്മദേവന് കൊടുത്ത ഉപദേശം. എല്ലാത്തിലും ഈ ഒരു വിരക്തി, വൈരാഗ്യം ദർശിക്കുവാൻ കഴിയണം. ഇതൊക്കെ ഇന്ന് നമുക്ക് സന്തോഷവും സുഖവും ഒക്കെ തരുന്നുണ്ടെങ്കിലും മറക്കണ്ട, നാളെ ഇതൊക്കെ നമ്മുടെ ദുഃഖത്തിനും കാരണമാകുമെന്ന് ഇന്നേ തിരിച്ചറിഞ്ഞാൽ നാളെ അതുമൂലമുണ്ടാകാവുന്ന ദുഃഖത്തിൻ്റെ ആഴത്തിൽ നിന്നും ആ ഒരല്പം നമുക്കൊരു ആശ്വാസം നേടാനാവും. അല്ലെങ്കിൽ അത് വല്ലാതെ നമ്മളെ വേദനിപ്പിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജ്ഞാനസംയുത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഇനി അടുത്തത് 74-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.